75,000 എന്ന് പറയുമ്പോഴേ UDF ഇവിടെ ഒരു 55,000 അടുത്ത് ബേസ് വോട്ടുണ്ടെന്നും LDF സമാനമായ ബേസ് വോട്ടുണ്ടെന്നും അത് മുകളിൽ ആര് പിടിക്കുന്നുവോ അവർ ജയിക്കുന്നുള്ളതാണ് കണക്ക്. അപ്പോൾ PV അൻവറിൻ്റെ 75,000 കണക്ക് എന്താണ്? എവിടെ CPM ഇവിടെ 40,000 വോട്ട്? 29,900 വോട്ടല്ലേ പ്രിയങ്ക ഗാന്ധി ഉള്ള സമയത്ത് ഈ കഴിഞ്ഞ 5-8 മാസം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ. അവരുടെ ബേസ് വോട്ട് എന്ന് പറയുന്നത് ഒരു 35,000 വോട്ടാണ്. അതിൽ പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയ 35,000-ൽ 6,000 വോട്ട് എൻ്റെ വോട്ടാണ്. മനസ്സിലായി? ആ വിഭാഗത്തിൽ നിന്ന് CPM എന്ന് പറഞ്ഞാൽ കറകളഞ്ഞ CPM-ൽ നിന്ന് അതിൽ നിന്ന് തന്നെ വലിയ വോട്ട് എനിക്ക് വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സ്വരാജ് തോറ്റ അമ്പി തവിട് പൊടിയായി കിടക്കുകയാണ്. അത് പിണറായിസത്തിനെതിരെയുള്ള നിലപാടാണ്. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതലേ പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മുന്നിൽ ആദ്യമായി വോട്ട് ചെയ്യാൻ ക്യൂവിൽ മുന്നിൽ നിൽക്കുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ട സഖാക്കളായിരിക്കുന്നു. ആ സഖാക്കൾ വോട്ട് ചെയ്യാൻ വരുന്നത് സഹിച്ച് ഇനിയും സഹിക്കാൻ കഴിയില്ല. ഈ പിണറായിസത്തിനും ഈ മരുമോനും ഇത് കീഴ്പ്പെട്ട് കൊണ്ടാൽ ഈ പാർട്ടി ഇവിടെ ഉണ്ടാവില്ല എന്ന് അവരുടെ തിരിച്ചറിവാണ്. അവർക്ക് കമ്മ്യൂണിസം വേണം, ഇവിടെ തൊഴിലാളി വർഗ പാർട്ടി വേണം. ഇതൊരു മുതലാളി വർഗ പാർട്ടിയായി മാറി എന്നത് മാത്രമല്ല, ഇതൊരു കുടുംബാധിപത്യ പാർട്ടിയായി മാറി എന്നത് ചർച്ച ചെയ്യുന്നത് സഖാക്കളാണ്. ഈ 3 ഫോണ് എനിക്ക് ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള 3 ആളുകൾ കൈകാര്യം ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാണ്? അതിൽ 2 എണ്ണം ഈ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട ആളുകൾക്കുള്ള കോർഡിനേഷനാണ്. മറ്റൊരു ഫോണ് ഈ പറയുന്ന മറ്റു UDF അടക്കമുള്ള ലീഡർഷിപ്പുമായി പ്രാദേശികമായി അതിൽ കിട്ടുന്ന കണക്ക് എനിക്കില്ലേ. CPM-ന്റെ പ്രാദേശിക നേതാക്കളുമായി ഇപ്പോഴും ഒരു അന്തർധാര താങ്കൾക്കുണ്ട്? എനിക്ക് അന്തർധാരയൊന്നുമല്ല, എനിക്കൊരു എല്ലാ മനുഷ്യരായിട്ട് എനിക്ക് ബന്ധമുണ്ട്. നമ്മൾ മനുഷ്യരുമായുള്ള ബന്ധം വിടാറില്ല. ഞാൻ ഈ അങ്ങാടിയിൽ സാധാരണക്കാരെ പോലെ അവരോടൊപ്പം ഇഴുകിച്ചേർന്ന് ജീവിച്ചാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. അവർക്ക് എന്നോട് പറയാം, ഈ പറയുന്ന എല്ലാ പാർട്ടി പ്രവർത്തകരും, എല്ലാ രാഷ്ട്രീയക്കാരും, എല്ലാ ജാതി മതസ്ഥരും ഒക്കെ എൻ്റെ ഓഫീസിൽ കയറുന്നത് മതേതരത്വത്തിനുള്ള ഒരു കൃത്യമായ വോട്ടായിരിക്കുന്നത്. എല്ലാവരും ദുരുപയോഗം ചെയ്യാനും മുതലെടുക്കാനും ശ്രമിക്കുന്നത് മതം പറഞ്ഞിട്ടാണ്, ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഉണ്ടാകുന്ന ഒരു പരിണിത ഫലം ഇതിനൊക്കെ മറികടന്നുകൊണ്ടൊരു മനുഷ്യത്വം ഇവിടെ പ്രതിഫലിക്കും. PV, നിങ്ങൾ പലതവണ വാർത്താ സമ്മേളനങ്ങൾ നടത്തുന്നു. ആദ്യഘട്ടത്തിലൊക്കെ അതിന് കിട്ടിയൊരു സ്വീകാര്യതയുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് വന്ന ആക്ഷേപം എന്ന് പറയുന്നത് വാവിട്ട വാക്കുകളായിരുന്നു PV അൻവർ എന്ന് പറയുന്നയാളുടെ ഭാഗത്ത് നിന്നുണ്ടായത്. ഈ കാര്യങ്ങൾ ബോധിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും അത് പൂർണ്ണമായും ജനങ്ങളെ ബോധിപ്പിച്ച് അവരിൽ നിന്നും വോട്ട് വാങ്ങാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു സംസാര രീതിയല്ല അങ്ങയിൽ നിന്നുണ്ടായത് എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ വരുന്നുണ്ട്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഈ പറയുന്നത് പോലെ വോട്ടുകളൊക്കെ സമാഹരിക്കാൻ കഴിയുമോ? അല്ല, അത് അവർ പറയട്ടെ, അതവർ പറഞ്ഞുകൊണ്ടേയിരിക്കണം. വാവിട്ട പിടുത്തം വിട്ട സംസാരമാണ്, നിലപാടില്ല. രാവിലെ ഒന്ന് പറയും, പിറ്റേന്ന് വേറൊന്ന് പറയും. എന്തുകൊണ്ടാണ് ഞാൻ വിശ്വസിച്ച ഉത്തരവാദിത്തപ്പെട്ടവർ വിശ്വാസവഞ്ചന ചെയ്തു. ഇവർ ഈ പിണറായിസത്തെ തകർക്കാൻ എന്നെ അങ്ങോട്ട് ക്ഷണിച്ചതാണ്. അവർ നിങ്ങൾ ഇങ്ങോട്ട് വരണം, നമ്മൾക്ക് ഒരുമിച്ച് പോരാടാം, നിങ്ങൾ ഒറ്റപ്പെട്ട് പോരാടരുത് എന്ന് പറഞ്ഞ് വിളിച്ചിരുത്തി എന്നെ ചതിച്ചവനാണ് ആര്? VD സതീശൻ. ആ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഒരു വലിയ മരത്തിൽ നിന്നൊരാൾ താഴെ വീഴുമ്പം പല ശിഖരങ്ങളും പിടിക്കും. മനസ്സിലായോ? എൻ്റെ വിഷയം ഞാൻ മരിച്ചു വീണാലും ഈ വിഷയം ഇവിടെ ചർച്ചയാക്കുക, മലയോര മനുഷ്യരുടെയും പോലീസിൻ്റെയും വിഷയം അത് ചർച്ചയായി കഴിഞ്ഞു. 2026 തെരഞ്ഞെടുപ്പിൽ ഈ മലയോര മേഖലയിലെ 1.5 കോടി ജനങ്ങളെ 489 പഞ്ചായത്തിലായി ജീവിക്കുന്ന 1.5 കോടിയോളം വരുന്ന ജനങ്ങളുടെ ഈ അനിമൽ അറ്റാക്ക് ഇഷ്യൂ അഡ്രസ്സ് ചെയ്യാതെ അതെങ്ങനെ പരിഹരിക്കുമെന്ന കൃത്യമായ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയാതെ ഒരു ഗവൺമെന്റിന് ഇവിടെ അധികാരത്തിൽ വരാൻ കഴിയില്ല.